ഹായ് എവരിവൺ. സോ നമുക്ക് എല്ലാവർക്കും +1 അലോട്ട്മെന്റ് ഒക്കെ വന്ന് ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. നമുക്ക് ഫസ്റ്റത്തെ 3 അലോട്ട്മെന്റുകളും വന്നു കഴിഞ്ഞു. എല്ലാവർക്കും എന്തായിട്ടുണ്ട്, ഓൾമോസ്റ്റ് സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി സീറ്റ് കിട്ടാത്ത കുട്ടികളുണ്ടെങ്കിൽ ആരും വിഷമിക്കേണ്ട, നമുക്ക് മറ്റൊരു ഓപ്പർച്യൂണിറ്റി കൂടി ഉണ്ട്, അഥവാ സപ്ലിമെന്ററി അലോട്ട്മെന്റ് എന്ന് പറയും അല്ലേ. നമുക്ക് ഫസ്റ്റത്തെ 3 അലോട്ട്മെന്റുകളും വന്നു കഴിഞ്ഞ് അതിൽ സീറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന മറ്റൊരു ഓപ്ഷനാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. ആർക്കൊക്കെയാണ് ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ ഓപ്റ്റ് ചെയ്യാവുന്നത് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നത്? നമുക്ക് അലോട്ട്മെന്റുകൾ വന്നു കഴിഞ്ഞ് സീറ്റ് കിട്ടാത്ത എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യാം, സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ സീറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്കൂളുകളിൽ നമ്മൾ ഓപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ് അവൈലബിൾ ആണോ അല്ലേ എന്ന് നോക്കിയതിന് ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റ് നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ വരുന്ന ജൂൺ 28 മുതൽ സപ്ലിമെന്ററി അലോട്ട്മെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് ചെയ്യാവുന്നതാണ്. സോ എല്ലാ സ്കൂൾ കോഡും അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സ് കോഡിന്റെ കോമ്പിനേഷൻ നോക്കിയിട്ട് എവിടെയൊക്കെയാണോ അവൈലബിലിറ്റി ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നാൽ ഇതിന്റെ റിസൾട്ട് വരുന്നതൊന്നും പബ്ലിഷ്ഡ് ആയിട്ടില്ല. ബട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ ഒരു 28 മുതൽ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി സപ്ലിമെന്ററി അലോട്ട്മെന്റ് വന്നിട്ടും നിങ്ങൾക്ക് സ്കൂൾ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഒരു കോഴ്സ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നമുക്ക് അവിടെ സ്കൂളുകളിൽ സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ അവൈലബിൾ ആണ്. നമ്മുടെ തൊട്ടടുത്തുള്ള സ്കൂളുകളിൽ അല്ലെങ്കിൽ നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്കൂളുകളിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സീറ്റുകളുടെ ലിസ്റ്റ് കാണാവുന്നതാണ്. സോ നമ്മൾ ന്യൂസ് പേപ്പറുകളോ മറ്റോ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അവൈലബിൾ ആയിട്ടുള്ള സീറ്റുകൾ നമുക്ക് വിസിബിൾ ആവും. അതനുസരിച്ച് നമ്മൾ സ്കൂളുകളിൽ പോയി സ്പോട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. എന്നാൽ ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ മാർക്കിൻ്റെയും അതുപോലെ തന്നെ ഗ്രേഡിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് അവിടെ സീറ്റ് അവൈലബിൾ ആവുന്നുണ്ടാവുക. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ന്യൂസ് പേപ്പേഴ്സും അതുപോലെ മറ്റ് ന്യൂസുകളും ഡെയിലി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് സീറ്റ് അവൈലബിൾ ഉള്ളത്, ഏതൊക്കെ സ്കൂളിൽ ഏതൊക്കെ കോഴ്സുകളാണ് നമുക്ക് അവൈലബിൾ ഉള്ളത് എന്ന് വിസിബിൾ ആയിരിക്കും. സോ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, സ്പോട്ട് അഡ്മിഷനുള്ള ഡേറ്റിൽ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ്ലി അവിടെ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. സോ ഫൈനലി ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ +1 +2 ക്ലാസ്സുകൾ അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം. സോ താങ്ക് യു സോ മച്ച്.